ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ചതിയനെ തിരഞ്ഞെടുത്തത് ശരിയോ? ചേട്ടനെ വഞ്ചിക്കുകയും അപ്പനെ ചതിക്കുകയും ചെയ്ത യാക്കോബിനെ ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവായി ദൈവം തിരഞ്ഞെടുത്ത നടപടി ന്യായവൽക്കരിക്കാമോ? ശരിയാണോ? അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലെ വൈദികര് ബേമ വിട്ട് ബലിപീഠത്തിൽ ചെല്ലുമ്പോൾ ചൊല്ലുന്ന ഒരു കൂശാപ്പ പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥന. അവിടെ പേടിച്ചരണ്ട വൈദികൻ പറയുന്ന വാക്കുകൾ, ഈ സ്ഥലം എത്ര ഭീതിജനകം, ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ കവാടം തന്നെ, എൻ്റെ കർത്താവിന് ഞാൻ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് വൈദികൻ പേടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂശാപ്പ പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥന. അതെടുത്തിരിക്കുന്നതും ഇന്നത്തെ തിരുവചനത്തിൽ നിന്നാണ്. എന്നിട്ടാണ് അവിടെ വൈദികനെ പേടിച്ച് അരണ്ട വൈദികൻ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നത്, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഈ യാക്കോബിന്റെ ഗോവണിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോപാനവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. സീറോ മലബാർ സഭയുടെ വേദപഞ്ചാംഗം ഉയർപ്പ് കാലം 7-ാം ഞായർ, ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ബേർഷബായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കാറായതിനാൽ അവൻ അവിടെ തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. അവൻ ആ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് ഉറങ്ങാൻ കിടന്നു. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിനറ്റം സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ മാലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. യാഹ്വേ അവന് ചാരെ നിന്നുകൊണ്ട് അരുളി ചെയ്തു, ഞാൻ യാഹ്വയാണ്, നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യാഹ്വേ. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നൽകും. നിന്റെ സന്തതി ഭൂമിയിലെ പൂഴി പോലെ ആയിരിക്കും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും ഭൂമിയിൽ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിവൃത്തിയാകുന്നത് വരെ നിന്നെ ഞാൻ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, യാഹ്വേ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. പേടിച്ചരണ്ട അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്, ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ കവാടം തന്നെ. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂട്സ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. ഞാൻ ആദ്യം ചില വാക്കുകളുടെ അപഗ്രഥനം കഴിഞ്ഞിട്ട് നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നൽകാം. ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത് അല്ലേ? അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, മാഖോം എന്നാണ് ഹീബ്രുവില് മാഖോം. അപരിചിതമെങ്കിലും വിശുദ്ധമായ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപരിചിതമാണ്, പക്ഷേ വിശുദ്ധമായ സ്ഥലം. കഥയുടെ ഘട്ടത്തിൽ ഇത് പരിശുദ്ധമായ ഇടമാണെന്ന് യാക്കോബിന് അറിയില്ല. പക്ഷെ നേരം വെളുക്കുമ്പോൾ അറിയാം അത് പരിശുദ്ധമായ സ്ഥലമാണ്. പിന്നീട് യാക്കോബിന്റെ ഓർമ്മ ആചരിക്കുന്ന ഒരു തീർത്ഥകേന്ദ്രം ഈ ബഥേലിൽ ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഈ ഒരു ഉറങ്ങാൻ കിടക്കുകയാണ്. ഈ സ്ഥലത്ത് യാക്കോബ് ഉറങ്ങാൻ കിടക്കുക. അപ്പൊ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഗോവണി അറ്റം സ്വർഗം വരെ. ഗോവണി ഹെബ്രായ ഭാഷയിൽ സുല്ലാം എന്നാണ് വാക്ക്. സുല്ലാം, ചവിട്ടുപടികളുള്ള കോണി ഇല്ലേ, അതല്ല ഉദ്ദേശിക്കുന്നത്. അത്തരം ഗോവണി, കോണി നമ്മൾ തെരഞ്ഞെടുപ്പിച്ചെന്നില്ലേ, കോണി, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സലാൽ എന്ന ധാതുവിന് കൂന കൂട്ടുക, കൂമ്പാരം കൂട്ടുക, സംഭരിച്ച് അങ്ങനെ കൂട്ടിവെക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആരോഹണ രൂപത്തിലുള്ള സോപാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം പള്ളിയിൽ കസ്ത്രോമ ഇല്ലേ, ഗായക സംഘം, ഇങ്ങനെ സോപാനപ്പടികളുണ്ട്. ക്ഷേത്രങ്ങളിൽ സോപാനമുണ്ട്. അത് വെറും ചവിട്ടുപടിയല്ല, അത് സോപാനം എന്ന് പറയുന്നത് ബാബേൽ ഗോപുരം പോലെയുള്ള ഒന്നെന്ന് അർത്ഥം. ബാബേൽ ഗോപുരം പോലെ സ്വർഗം വരെ മുട്ടുന്ന ഒരു സോപാനപ്പടി എന്നാണ് ശരിക്കും അർത്ഥം. അതായത് പടവകളുള്ള ക്ഷേത്ര ഗോപുരമെന്നോ പള്ളിയുടെ മുഖവാരം എന്നൊക്കെയാണ് അതിൻ്റെ സൂചന. എന്ന് വെച്ചാൽ സോപാനപ്പടികളുടെ അറ്റത്ത് ശ്രീകോവിലാണ്, താഴെ ഇല്ലേ, സോപാനപ്പടികളുടെ താഴെ ഭക്തർ നിൽക്കുന്നു, അറ്റത്ത് ശ്രീകോവിലാണ് ദൈവം. യാഹ്വയുടെ ആജ്ഞകൾ നടപ്പിലാക്കാനായി മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഈ സോപാന പടികളിലൂടെയാണ്. താഴെയുള്ള ഭൂമിയെ മുകളിലുള്ള സ്വർഗം സ്പർശിക്കുന്ന കവാടത്തെങ്കിലാണ്
താൻ കിടക്കുന്നതെന്ന് യാക്കോബ് തിരിച്ചറിയാണ്. താഴെയുള്ള ഭൂമിയെ സ്വർഗം സ്പർശിക്കുന്ന താഴെയുള്ള ഭൂമിയെ മുകളിലുള്ള സ്വർഗം സ്പർശിക്കുന്ന ആ കവാടത്തെങ്കിലാണ് താൻ കിടക്കുന്നത് യാക്കോബ് തിരിച്ചറിയുന്നുണ്ട്. 28:17 ഉൽപ്പത്തി 28:17. അതാണ് മാഖോം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, വിശിഷ്ടമായ സ്ഥലം. ഹിന്ദുക്കളൊക്കെ പറഞ്ഞ് ബ്രഹ്മസ്ഥാനം എന്നൊക്കെ പറയും. ഈ യാക്കോബ് കണ്ട സോപാന മാർഗം ഒരു പ്രവാചക പ്രതീകമാണ്. അതായത് പിന്നീട് ശരിക്കും സംഭവിക്കാനുള്ളതിൻ്റെ ഒരു നിഴൽ രൂപം കൊടുത്തിരിക്കുക. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യഥാർത്ഥ സോപാന മാർഗം ടെമ്പിൾ സിഗുറാറ്റ് യേശുവാണെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കും കവിഞ്ഞു കിടക്കുന്ന മനുഷ്യപുത്രന്റെ മേൽ മാലാഖമാര് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നെന്ന് നഥാനിയേലോട് കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1:51. അങ്ങനെ ആയതുകൊണ്ടാണ് മനുഷ്യപുത്രനായ യേശു ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള യഥാർത്ഥ മധ്യസ്ഥനായിരിക്കുന്നത്. മറ്റൊരാൾക്കും പറ്റില്ല. മനുഷ്യപുത്രൻ സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സമയം ആയിരിക്കുന്ന മനുഷ്യപുത്രൻ, അവന്റെ മേൽ സ്വർഗവും ഭൂമിയും കവിഞ്ഞു കിടക്കുന്നു. അപ്പൊ യേശു വിശ്വരൂപത്തില് ഒരു കാല് ഭൂമിയിലും മറ്റേ കാല് സ്വർഗത്തിലുമാണ്. അപ്പൊ യേശുവിനെ തൊട്ട് നിന്നാൽ സ്വർഗത്തിലേക്ക് സോപാനപടിയിൽ തൊട്ട് നിൽക്കുകയാണ്. യേശുവിന്റെ കയറി പോയാൽ സ്വർഗത്തിലെത്തും. ഇതാണ് മനുഷ്യർക്ക് രക്ഷ നൽകാൻ വേറൊരു നാമം ഇല്ലെന്ന് പറയുന്നതിന് അർത്ഥം ഇതാണ്. ഏക രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒക്കെ അർത്ഥം ഇതാണ്. യേശുവിനോട് ചേർന്ന് നിന്നാൽ നമ്മൾ സ്വർഗത്തിന്റെ സോപാനപടികളിലാണ്. യേശുവിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. യേശുവിലൂടെ തന്നെയാണ് ദൈവപിതാവ് നമ്മിലേക്ക് വരുന്നതും. അങ്ങനെയാണ് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഇതെല്ലാം കാണുന്നത് യാക്കോബാണ്. ആ പശ്ചാത്തലം ചിന്തിച്ചേക്കാൻ. പശ്ചാത്തലം ഈ ചുവന്ന പായസം ഉണ്ടാക്കി കൊടുത്ത് ചേട്ടന് ഭയങ്കര ഇതാണ്, തീറ്റപ്രാന്തനാണ്. തീറ്റപ്രാന്തനല്ല, വിശപ്പ് സഹിക്കില്ല, വിശപ്പിന്റെ അസുഖം ഉണ്ടാകും അവർക്ക്. അപ്പോൾ ഒരു പാത്രം സൂപ്പ്, ഈ റെഡ് സൂപ്പ്, അതിന് വേണ്ടിയിട്ട് അപ്പൻ്റെ സ്വത്തിൻ്റെ പകുതി ഏകജാതൻ അല്ലെങ്കിൽ ആദിജാതനുള്ളതാ. ആ സ്വത്ത് വിറ്റ് തുലച്ചവനാണ്. ഒരു കപ്പ് സൂപ്പിന് അപ്പൻ്റെ സ്വത്തിൻ്റെ പകുതി വിറ്റ് തുലച്ചവനാണ് ഏസാവ്. അങ്ങനെ ഏസാവിനെ പറ്റിച്ചിട്ട് ആ ആദിജാതന്റെ സ്ഥാനം, കടിഞ്ഞൽ പുത്ര സ്ഥാനം പറ്റിച്ചെടുത്തു ആര്? യാക്കോബ്. അതുകൂടാണ്ട് അപ്പൻ്റെ മരണക്കിടക്കയിൽ മരിക്കാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് ഇസഹാക്ക് മരണക്കിടക്കയിൽ വെച്ചിട്ട് അനുഗ്രഹം കൊടുക്കുമ്പോൾ അതും ഏസാവിൻ്റെ വേഷമൊക്കെ ഇട്ടിച്ച് ചെന്ന് അതും പറ്റിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം ഇപ്പൊ ചതിച്ചു. ഇനിയും ജീവിതകാലം മുഴുവൻ ചതിക്കാതിരിക്കുകയാണ്. അതായത് അമ്മേരെ ആങ്ങളയെ ചതിക്കും, ഭാര്യമാരെ ചതിക്കും. അങ്ങനെ എല്ലാവരും ചതിയുടെ ഒരു ആൾ രൂപമാണ് ഈ യാക്കോബ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, ഏസാവിനെ അല്ലേ ദൈവം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നേ? എന്തിനാണ് ഈ ചതിയനായ യാക്കോബിനെ തിരഞ്ഞെടുത്തത്? ഈ അപ്പൻ്റെ അനുഗ്രഹം കള്ളത്തരത്തിൽ പറ്റിച്ചെടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഏസാവ് വന്നത്. ഏസാവ് ഇസഹാക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അയ്യോ യാക്കോബ് നിന്റെ അനുഗ്രഹം എല്ലാം കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞപ്പോൾ ഏസാവ് ഉറക്കെ ആ വീടിന് പുറത്ത് വന്നിട്ട് പറഞ്ഞു, സത്യമായും അവന്റെ പേര് യാക്കോബ് എന്നാണ് അവന്റെ പേര്. ചതിയനെന്ന് അർത്ഥമുണ്ട് ആ വാക്കിന്. വെറുതെ അല്ല അവന് യാക്കോബ് എന്ന് വിളിക്കണം. അവൻ ചതിയനാണ്. അവനെ ഞാൻ കൊല്ലും. ചേട്ടൻ പറയാണ് അവനെ ഞാൻ കൊല്ലും. ഇത് അമ്മ കേട്ടു, റെബേക്ക കേട്ടു. റെബേക്ക യാക്കോബിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഓടുക. എൻ്റെ ആങ്ങള ഹാരാനിലുണ്ട്, ലാബാന്റെ അടുത്തേക്ക് ഓടുക. അതായത് പുഴ കടന്ന് പോകുക. ഇല്ലെങ്കിൽ നിന്റെ ചേട്ടൻ ഈ ഏസാവ് നിന്നെ കൊല്ലും. നിങ്ങൾ 2 പേരും എനിക്ക് നഷ്ടപ്പെടും. ഓടുക, ഒന്നെടുക്കാൻ നിൽക്കണ്ട, ഓടുക. പിന്നാലെ ചേട്ടൻ കൊല്ലാൻ ഓടിക്കുകയാണ്. യാക്കോബ് ജീവനും കൊണ്ട് ഓടി ഈ നദിയുടെ അടുത്തെത്തി. ഈ നദി അങ്ങ് കടന്നു കഴിഞ്ഞാൽ ഈ വാഗ്ദാന ദേശത്തിന് പുറത്ത് പോകും. ഈ വാഗ്ദാന ദേശം മൊത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കടിഞ്ഞൽ പുത്രസ്ഥാനം എല്ലാം അങ്ങനെ ചതിച്ചും വഞ്ചിച്ചൊക്കെ എടുത്തത്. ഇപ്പൊ ഈ നദിക്ക് പുറത്ത് പോയാൽ വാഗ്ദാന ദേശത്തിന് പുറത്ത് പോകും. അപ്പം ചേട്ടൻ കൊന്നാലും സാരമില്ല, ഈ ഭൂമിയിൽ കിടക്കണം. അവസാനത്തെ രാത്രിയെങ്കിലും ഈ ഭൂമിയിൽ കിടക്കണമെന്ന് യാക്കോബ് തീരുമാനിക്കുക. അങ്ങനെ ഒരു കല്ലെടുത്ത് ആ കല്ല് തലയിണാക്കി വെച്ച് യാക്കോബ് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. നിങ്ങൾ ആ പശ്ചാത്തലം ചിന്തിച്ചു വെക്കാൻ. ഇവൻ ഇങ്ങനെ പ്രാണനും കൊണ്ട് ഓടിയത് കൊണ്ട് ഏസാവിനേക്കാൾ വളരെ സ്പീഡിൽ ഓടി. പക്ഷെ ഏസാവ് എപ്പോഴും കണ്ടെത്താം, യാക്കോബിനെ എപ്പോഴും കണ്ടെത്താം. അയാൾക്ക് ദേഷ്യമുണ്ട്. അവൻ കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത്, ചേട്ടൻ കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത് അനുജനെ. നമുക്കറിയില്ല, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തുമാത്രം ഈ വീട്ടിൽ ഭാഗം വെപ്പിന്റെ പേരിൽ, സ്വത്ത് ഭാഗം വെക്കുന്നതിന്റെ പേരിൽ അപ്പനെ കൊല്ലുന്നു, ചേട്ടനെ കൊല്ലുന്നു, അനിയനെ കൊല്ലുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ കാര്യമുള്ളതാണ്.
ചിലപ്പോൾ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ആ നേരത്തെ ദേഷ്യം കൊണ്ട് ചെയ്തു പോകുന്നു ആകാം, പക്ഷെ സംഭവിക്കാം. ഏസാൻ അത്രമാത്രം ദേഷ്യമുണ്ട്. അപ്പം തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ശരിക്കും ഭീഷണിയുണ്ടെന്ന് യാക്കോബിന് അറിയാം. എന്നാലും അയാൾ സ്വപ്നം കാണുകയാണ്. എവിടത്തോളം? സ്വർഗം വരെ മുട്ടുന്ന സ്വപ്നം. സ്വർഗം വരെ മുട്ടുന്ന സ്വപ്നം. എന്താ അതിൻ്റെ അർത്ഥം നോക്കിയേ? സ്വർഗം വരെ മുട്ടുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ ജീവന് എപ്പോൾ വേണേലും കൊല്ലപ്പെടാമെന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും സ്വർഗം വരെ മുട്ടുന്ന ഒരു സ്വപ്നമാണ് അയാൾ കാണുന്നത്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ അപ്പന്റെ സ്വത്തിന്റെ പകുതി വിറ്റിട്ട് ഒരു കപ്പ് സൂപ്പ് കുടിക്കാൻ വേണ്ടി തലയിലല്ല ബുദ്ധി, തല വയറ്റിൽ കൊണ്ട് നടക്കാണ് ഏസാവ്. വിശപ്പ് സഹിക്കാൻ പോലും പറ്റാത്ത ഏസാവ്, തീറ്റപ്രാന്തനായ ഏസാവ്, ഫുൾ ടൈം കാട്ടിലാണ്, ഈ വന്യമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കലാണ്, വല്ലപ്പോഴേക്ക് വീട്ടിൽ വരിക. അങ്ങനെയുള്ള ഒരാളെയാണോ ഒരു ദേശരാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവാക്കേണ്ടത്? അതോ ജീവന് ഭീഷണിയുള്ളപ്പോഴും ആകാശം വരെ ഉയരുന്ന സ്വപ്നം കാണാൻ കഴിവുള്ളവനെയോ? ദൈവം തിരഞ്ഞെടുക്കുന്ന അങ്ങനെയുള്ള ആളുകളെയാണ്. ഈ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത, വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തവരെയൊന്നും കർത്താവ് തിരഞ്ഞെടുക്കില്ല. ചതിയനെങ്കിലും ഈ തൻ്റെ ജനത്തെക്കുറിച്ചും തൻ്റെ വാഗ്ദാന നാടിനെക്കുറിച്ചും ആകാശം വരെ ഉയരുന്ന സ്വപ്നം കാണാൻ കഴിവുള്ള ആ യാക്കോബിനെയാണ് കർത്താവ് തിരഞ്ഞെടുക്കണേ. എന്നിട്ട് ഇവന്റെ ചതിക്കെല്ലാം ശിക്ഷ കൊടുക്കുകയാണ്. 20 കൊല്ലം അടിമയാണ്. 7 കൊല്ലം അടിമയായിട്ട് ഒരു പെണ്ണിനെ കെട്ടാൻ 7 കൊല്ലം അടിമ വേല ചെയ്തു. കിട്ടിയത് അമ്മാവൻ കളിപ്പിച്ച കാരണം മൂത്തവളെ കിട്ടിയത്. പിന്നെ 7 കൊല്ലം കൂടി കഠിനാധ്വാനം ചെയ്തിട്ടാണ് താഴെയുള്ളവളെ കിട്ടിയത്. പിന്നെയും 6 കൊല്ലം അധ്വാനിച്ചിട്ടാണ് കുറച്ച് സമ്പാദ്യം ഉണ്ടായത്. അങ്ങനെ 20 കൊല്ലം അന്യനാട്ടിൽ അടിമവേല ചെയ്യേണ്ടി വന്നു. എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ജാബോക്ക് എന്ന നദിയുടെ അക്കരെ വെച്ച്, അതായത് കാനാൻ ദേശത്ത് കിടക്കുന്നതിന് മുമ്പ് ദൈവമായിട്ടൊരു മൽപ്പിടുത്തം, പിന്നെ ഞൊണ്ടിയിട്ടാണ് കാനാൻ ദേശത്ത് കിടക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഓടിപ്പോകുകയാണ്. 20 കൊല്ലം മുമ്പ് ഓടിപ്പോകുകയാണ്, ചെറുപ്പത്തൻ്റെ തള്ളിച്ച. 20 കൊല്ലം കഴിഞ്ഞ് കാനാൻ ദേശത്തേക്ക് ഞൊണ്ടിയാണ് യാക്കോബ് വരുന്നത്. എന്തുകൊണ്ടാണ് ഞൊണ്ടണേ? അന്ന് രാത്രി മൽപ്പിടുത്തത്തിൽ 32-ാം അധ്യായം 32 മൽപ്പിടുത്തത്തില് യാക്കോബും ദൈവം തള്ള മൽപ്പിടുത്തം. ആ മൽപ്പിടുത്തത്തില് യാക്കോബ് പറയാണ്, എന്നെ അനുഗ്രഹിച്ചാൽ അല്ലാതെ ഞാൻ വിടില്ല. അപ്പം ചേട്ടനെ വഞ്ചിച്ചു, അപ്പനെ വഞ്ചിച്ചു, അമ്മാവനെ വഞ്ചിച്ചു, ഭാര്യമാരെ വഞ്ചിച്ചു. എന്നിട്ട് അനുഗ്രഹമില്ല, ബാക്കിയൊക്കെ കിട്ടി. ദൈവത്തിന് അനുഗ്രഹമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. സമ്പാദ്യമുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, വേലക്കാരികളുണ്ട്, വെപ്പാട്ടികളൊക്കെ ഉണ്ട്. ദൈവാനുഗ്രഹമില്ല. ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് അവൻ്റെ ഈ ഹിപ്പ് സോക്കറ്റ്, ഈ തൊടയലിൽ നിന്ന് അങ്ങോട്ട് വിടിവിച്ച് പിന്നെ ജീവിതകാലം മുഴുവൻ ഞൊണ്ടിയിട്ടാണ് ഈ യാക്കോബ് നടക്കണേ. അവിടെ വെച്ചിട്ട് അവൾ പേര് മാറ്റുകയാണ്. നീ ഇനി യാക്കോബല്ല, ചതിയനല്ല, വഞ്ചകനല്ല, ഇസ്രായേൽ. ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചവൻ. ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചവൻ. അതുകൊണ്ട് നീ ഇനി ചതിയനും വഞ്ചകനൊന്നും അല്ല, നീ ഇസ്രായേലാണ്. അവനെയാണ് ദേശരാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവായി നിയമിക്കുന്നത്. ഇസ്രായേൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും ഇപ്പോഴത്തെ ഇസ്രായേൽ രാജ്യം, നമ്മൾ പുതിയ ഇസ്രായേലാണ് സഭ. ദൈവത്തോടും മനുഷ്യരും മല്ലിട്ട് ജയിച്ചവരുടെ കഥയാണ് നമ്മുടേത്. ഈ വിശപ്പ് സഹിക്കാൻ പറ്റാതെ പോത്തിറച്ചിക്ക് വേണ്ടിയും കോഴിയിറച്ചിക്ക് വേണ്ടിയും സഭയെ ഒറ്റിക്കൊടുക്കുന്ന ആളുകളില്ലേ, അവരെ, ആ ഏസാവിനെ പോലെയുള്ളവര്, അവരെയാണോ കർത്താവ് തിരഞ്ഞെടുക്കേണ്ടത്? അതോ ആകാശം വരെ സ്വപ്നം കാണാൻ കഴിവുള്ളവരെയോ? സ്മോൾ എയിം ഈസ് എ ക്രൈം എന്ന് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം പറയാറുണ്ട്. സ്മോൾ എയിം ഈസ് എ ക്രൈം. ചെറിയ മോഹങ്ങള്, ചെറിയ ലക്ഷ്യങ്ങള് കുറ്റകൃത്യങ്ങളാണ്. നമുക്കൊക്കെ വളരെ ചെറിയ ലക്ഷ്യങ്ങളാണുള്ളത്. ഒരു രൂപത്തിന് മെത്രാനാകണം, ഒരു രൂപത്തിന് പ്രോട്ടോസിഞ്ചലസ് ആകണം, ഫൊറോന വികാരി ആകണം. എന്തൊരു ചെറിയ സ്വപ്നങ്ങളാ! അങ്ങനെ സ്വപ്നം കാണുന്നവര് കുറ്റവാളികളാ. ആകാശത്തോളം ഉയർന്ന സ്വപ്നം, സ്വർഗം വരെ മുട്ടുന്ന സ്വപ്നം, അങ്ങനെയുള്ളവരാണ് കർത്താവ് തിരഞ്ഞെടുക്കണേ. അല്ലാത്തവരെ മറ്റുള്ളവർ തിരഞ്ഞെടുക്കുമായിരിക്കും, കർത്താവ് തിരഞ്ഞെടുക്കില്ല. ആകാശം മുട്ടുന്ന സോപാനം, അങ്ങനെയുള്ള സോപാനങ്ങൾ സ്വപ്നം കാണുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. അങ്ങനെ സ്വപ്നം കാണാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. കർത്താവ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ തിരഞ്ഞെടുക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.